ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അഡപടലം വാങ്ങിക്കൂട്ടിയ പാകിസ്ഥാൻ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത യുദ്ധത്തിൽ ഇന്ത്യയെ മുട്ടുകുത്തിക്കാനുള്ള പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. മെയ് മാസത്തിൽ നടന്ന ഇന്ത്യയുമായി ഉണ്ടായ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ഫത്ത സീരീസ് ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് പക്ഷേ ഇന്ത്യ ഹരിയാനയിലെ സിർസയിൽ വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ തടയുന്നതിന് പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ഇതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ അത് പാകിസ്ഥാന്റെ മിസൈൽ പ്രോഗ്രാമിന്റെ തന്നെ ഒരു പിഴവായിരുന്നു എന്ന് പറയേണ്ടി വരും. ശത്രുക്കളെ ഒന്ന് പരിഭ്രാന്തിയിലാക്കാൻ വേണ്ടി പാകിസ്ഥാൻ തങ്ങളുടെ ആണവ മിസൈലുകളും മാത്രമല്ല സാധാരണ മിസൈലുകളും, അതായത് പരമ്പരാഗതമായിട്ടുള്ള സാധാരണ മിസൈലുകളും ഒരൊറ്റ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ കീഴിലായിരുന്നു നിലനിർത്തി പോന്നിരുന്നത്. അപ്പോൾ വരുന്നത് ആണവ മിസൈലാണോ സാധാരണ മിസൈലാണോ എന്നൊരു ആശയക്കുഴപ്പത്തിലാകും ശത്രുക്കൾ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ ഇതേ മിസൈൽ പദ്ധതി തന്നെയാണ് അവർക്ക് തിരിച്ചടിയായതും. ഇന്ത്യക്കെതിരെ ചാടിക്കേറി ആണവ മിസൈൽ വിടാനുള്ള ധൈര്യമില്ല. പിന്നെ സാധാരണ മിസൈലുകളാണെങ്കിൽ ഈ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ കീഴിലുമായിരുന്നു. അപ്പോ പാകിസ്ഥാന്റെ പല മിസൈലുകളും ഇരട്ട ശേഷിയുള്ളവയാണ്. അതായത് ആണവ മിസൈലായും പരമ്പരാഗത മിസൈലായും അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. പക്ഷെ അവയെല്ലാം തന്നെ ആണവ കമാൻഡിന്റെ കീഴിലാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ശത്രുക്കളെ കുഴപ്പിക്കാൻ പാകിസ്ഥാൻ ഉണ്ടാക്കിയ അവരുടെ ആ ഒരു മിസൈൽ പദ്ധതിയിൽ അവർ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത്. ഇന്ത്യ അതേസമയം സ്കാൽപ്പ്, ബ്രഹ്മോസ് പോലുള്ള പരമ്പരാഗത മിസൈലുകൾ കൃത്യതയോടെ ഉപയോഗിച്ചപ്പോൾ പാകിസ്ഥാന് പരമ്പരാഗത ഓപ്ഷനുകൾ പരിമിതമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പരമ്പരാഗത മിസൈൽ ഓപ്ഷനുകൾക്കായി ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് എന്ന പേരിൽ ഒരു പ്രത്യേക സേന തന്നെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. ഒരു റോക്കറ്റ് ഫോഴ്സ് സൃഷ്ടിക്കുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നത് അതൊരു ആണവ യുദ്ധത്തിന്റെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. റോക്കറ്റ് ഫോഴ്സ് രൂപീകരിക്കുന്നതിലൂടെ ഒരേ സമയം കൂടുതൽ മിസൈലുകൾ ഇന്ത്യക്കെതിരെ തൊടുത്തുവിടാനായിരിക്കും പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ നിലവിലെ ഇന്ത്യ പാക് സംഘർഷാവസ്ഥ രൂക്ഷമാക്കാനായിരിക്കും റോക്കറ്റ് ഫോഴ്സ് സഹായകമാകുന്നത് എന്ന് നിരീക്ഷണങ്ങളുണ്ട്. കാരണം റോക്കറ്റ് ടെക്നോളജി ഉപയോഗിച്ച് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്കെതിരെ ഒരേ സമയം തൊടുത്തുവിട്ടാൽ അത് ഇന്ത്യൻ അതിർത്തികളെയും ഭേദിച്ച് ഇന്ത്യക്കുള്ളിലെ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ട്. അവയിൽ ഏതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രതികാര നടപടികൾ അതിനേക്കാൾ കനത്തതായിരിക്കും. യുദ്ധം പോലുള്ള പ്രതിസന്ധി സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ പാകിസ്ഥാൻ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പോലുമില്ല എന്നുള്ള കാര്യം ഓർക്കണം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.